തള്ളിന് നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പ്ലസ് വണ്ണിന് സീറ്റില്ല ഉറക്കമൊഴിച്ച് പഠിച്ചിട്ട് പ്ലസ് വണ്ണിന് സീറ്റില്ല പ്രതിഷേധം KSUവിൻ പ്രതിഷേധം സംഘടിച്ച ശക്തിയെ വാക്കിനാൽ തകർക്കുവാൻ ഒരുമ്പെടുന്ന വർഗമേ ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചോ നാട്ടുകാരെ നിങ്ങളറിഞ്ഞോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളെ തെരുവിലേക്ക് ഇറക്കി വിട്ട നാണം കെട്ടൊരു സർക്കാരെ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോപ്പുറത്ത് നിങ്ങളറിഞ്ഞോ നാട്ടാരെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പ്ലസ് വണ്ണിന്റെ സീറ്റില്ലേ അയ്യയ്യേ ഇത് നാണക്കേട് നാട് ഭരിക്കാൻ അറിയില്ലേ രാജിവെച്ച് പോപ്പുറത്ത് KSU സിന്ദാബാദ് അധികാരികളെ അന്ധന്മാര് കണ്ണു തുറക്കൂ അന്ധന്മാര് കാര്യം ഒന്ന് പറഞ്ഞേക്കാം ഈ സമരം സൂചന മാത്രം കാര്യം ഒന്ന് പറഞ്ഞേക്കാം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഉറക്കമഴിച്ച് പഠിച്ചിട്ട് പ്ലസ് വൺ തള്ളിന് ഇവിടെ ഉറക്കമഴിച്ച് പഠിച്ചിട്ട് പകലില്ലാതെ പഠിച്ചിട്ട് ആ വിദ്യാർത്ഥികൾക്ക് സീറ്റില്ല. ഒരു മാന്യമായി സമരം ചെയ്യുന്നവരെ ലാത്തോട് തടുക്കാൻ നോക്കുന്നവരാ മാന്യമായി സമരം ചെയ്യുന്നവരെ ലാത്തേച്ച് തടുക്കാൻ നോക്കിയ എന്തിനാ ഉറക്കമഴിച്ച് ആൾക്കാർ ഉറക്കമഴിച്ച് പഠിച്ചിട്ട് ഒരു സീറ്റില്ലാണോ നിങ്ങളുടെ മക്കൾക്ക് പഠിച്ചില്ലോ കണ്ടു നോക്കാം തള്ളി ലാത്തി വെച്ചോ ഞങ്ങൾ കാറ്റ് പേടിപ്പിച്ചിട്ട് ആരെയും പേടിപ്പിച്ചിട്ട് ചിന്തിച്ചു നോക്കി അവിടെ പോയി നടത്താൻ പറയാൻ പറ്റില്ലേ
അധികാരികളെ കാണാൻ പറ്റൂലേ? അധികാരികളെ കാണാൻ പറ്റൂലേ? ഇപ്പോൾ കുട്ടികൾ തെരുവില, ഇപ്പോൾ വിദ്യാർത്ഥികൾ തെരുവില. ഞങ്ങൾക്ക് അധികാരികളെ കാണണം, ഞങ്ങൾക്ക് അധികാരികളെ കാണണം. അത് ഞങ്ങൾ പറയുന്നത് ഉള്ളിലേക്ക് കടത്തിവിടെ. പ്രിയങ്കരനായ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂര്, പ്രിയപ്പെട്ട ഈ പരിപാടി ഉദ്ഘാടകൻ മുൻ നിയോജക മണ്ഡല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹീമാക്ക, മറ്റ് KSUവിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയമായിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇത്തരത്തിലൊരു സമര പരിപാടിയുമായിട്ട് ഇന്ന് DE ഓഫീസിന് മുമ്പിൽ വന്നിട്ടുള്ളത്. വിഷയത്തെക്കുറിച്ച് മലപ്പുറത്തെയോ മലബാറിലെയോ ഒരാൾക്കും പറഞ്ഞു കൊടുക്കേണ്ടാത്ത അവസ്ഥ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന പ്രശ്നം. ഇവിടെ ഓരോ വിദ്യാർത്ഥി സമൂഹം നേരിടുന്ന ദയനീയത ഉണ്ട്. ഓരോ വർഷവും 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരും, അഡ്മിഷൻ അലോട്ട്മെന്റ് നടക്കും, എന്നിട്ടും 10,000-ഉം 25,000 കുട്ടികൾക്ക് സീറ്റ് കിട്ടാത്ത വലിയ അവസ്ഥ. ഓരോ വർഷവും ഇതിന്റെ പേരിൽ സമരം ചെയ്യേണ്ടതിന്റെ വലിയ ദയനീയതയിൽ മുഖത്താണ് ഇവിടെ KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം സമര പരിപാടിയുടെ മൂർച്ചയും ചൂടും ശരിക്ക് ഇവിടുത്തെ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അറിഞ്ഞതാണ്. അതിനുശേഷം ചർച്ചകളായി അവർ നമുക്ക് തന്ന വലിയൊരു ഉറപ്പുണ്ടായിരുന്നു, അടുത്ത വർഷം ഇങ്ങനെ സമരം ചെയ്യേണ്ടുന്ന അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഈ സർക്കാർ പറഞ്ഞ കാര്യല്ലേ, നാണം കെട്ട പിണറായി സർക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുന്ന കാര്യമില്ല, നമുക്കൊക്കെ അറിയാം. വീണ്ടും റിസൾട്ട് വന്നു. ഇന്ന് മലപ്പുറം ജില്ലയിൽ 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് പോലും 25,000 കുട്ടികളാണ് സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥ. അതിന്റെ പേരിൽ സമരം ചെയ്യാൻ വരുമ്പോ കുറെ ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സ്യൂളുമായിട്ട് ഇറങ്ങും. ഇനിയുണ്ടല്ലോ അലോട്ട്മെന്റ്, സപ്ലിമെന്ററി ഉണ്ടല്ലോ. സപ്ലിമെന്ററി അലോട്ട്മെന്റ് എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടുക? മാക്സിമം പോയാൽ ഒരു 8,000 പേർക്ക്. വീണ്ടും 17,000-ൽ പരം നല്ല മാർക്ക് നേടി ഉറക്കമൊഴിച്ച് പഠിച്ച വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കാണ്. ഇതിന്റെ പേരിൽ മാന്യമായ ഒരു വിഷയത്തിൽ ഒരു പ്രകടനവും പ്രതിഷേധവുമായി വരുമ്പോ ഇവിടെ ചില ഏമാമാരുടെ പട്ടിഷോ. എന്താ പട്ടിഷോ? നമ്മളങ്ങോട്ട് കയറി വരുമ്പോ നിങ്ങളെ തല്ലുട്ടോ കൊല്ലുട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കാം. ഈ തല്ലനും കൊല്ലനും കുറെ കണ്ടിട്ട് തന്നെയാണ് ഈ സംഘടന ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. കുത്തിരിയൊന്നുമല്ല, ഇങ്ങനെ കുറെ അവകാശങ്ങൾ നേരിടാൻ ഇങ്ങനെ റോഡിലും തെരുവിലും ഞങ്ങൾ കുറെ പോരാടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ DE ഓഫീസർമാരോട് സംസാരിക്കണം, ഞങ്ങളെ വിഷയങ്ങൾ പറയണം, എന്താണ് ഇതിലുള്ള പ്രതിവിധി അറിയണം. അതിനാ വന്നത്, അല്ലാതെ നിങ്ങളെ മുമ്പില് നാട്ടുകാരുടെ മുമ്പിൽ 4 പട്ടി ഷോ കാണിക്കാനല്ല. അപ്പോ എന്റെ കർത്തവ്യം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഈ പരിപാടിക്ക് എത്തിയിട്ടുള്ള ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട മുൻ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് റഹീമാക്കാനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥി പക്ഷ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ ജില്ലാ KSUവിന്റെ പ്രിയപ്പെട്ട ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട നിയാസ് കോഡൂരിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മണ്ഡലം KSUവിന്റെ പ്രസിഡന്റ് അൻഷിബ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജ്യോതിസ്, ഫൻഷബ്, മറ്റ് അജ്മല്, കാളിയാവ് മണ്ഡലം പ്രസിഡന്റ് ജിംഷി, കോരൂരിന്റെ മണ്ഡലം പ്രസിഡന്റ് ഷാമിൽ നരന്തറമ്പ്, മറ്റ് എല്ലാ സുഹൃത്തുക്കളെയും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രിയങ്കരനെ അൻഷിയുടെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. ജയ് ഹിന്ദ്, ജയ് KSU. പോരാളികളെ, ഇന്ത്യ നീലപ്പതാകയുടെ വാഹകരെ, നമ്മളെ ഈ ഒരു വൈകിയ വേളയിലെ തിരക്കിട സമയത്ത് പോലും ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കടന്നു വന്നിട്ടുള്ളത് ഇവിടുത്തെ അവകാശങ്ങൾ നേടിയെടുക്കാൻ, ആ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങളാരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തമ്മിൽ തല്ലിച്ചാകാനോ അതിനൊന്നും വന്നതല്ല. പാവപ്പെട്ട ഉറക്കമൊഴിച്ച് പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച രക്ഷിതാക്കളുണ്ട്. വെയിലെന്നോ മഴയെന്നോ നോക്കാതെ രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളാക്കിക്കൊണ്ട് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വിദ്യാർത്ഥികളെ കോളേജുകളിലേക്ക് സ്കൂളിലേക്ക് അയക്കുന്നത് വലിയ ലക്ഷ്യബോധത്തോടു കൂടിയാണ്. ഏമാമാർക്കും മക്കളുണ്ട്, കുടുംബമുണ്ട്. അത് ഓർത്തിരിക്കുന്നത് ഇവിടുത്തെ KSUക്കാർ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഓർത്തിരിക്കുന്നത് ഇവിടുത്തെ ഏമാമാർക്ക് നല്ലതായിരിക്കുമെന്ന് പറയുകയാണ്. ഭരണങ്ങൾ മാറി മറിയും, ഭരണ കാലഘട്ടം മാറും. അന്ന് ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ കാണിക്കുന്ന ആത്മാർത്ഥത, കോളേജുകളിലെ ചുവന്ന കൊടി പിടിച്ചേർന്ന XFIയുടെ ഗുണ്ടകള്, കോളേജിലെ വിദ്യാർത്ഥികൾ, കർഷക തൊഴിലാളിയാമ ഒരു അച്ഛന്റെ മകനെ കാലുകൾ രണ്ടും ബന്ധിപ്പിച്ചുകൊണ്ട്
അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ട് പൊട്ടിച്ചിരിച്ച് അട്ടസിച്ചിരിക്കുന്ന SFI-ക്കാർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ അതാദ്യം നിങ്ങൾ നിർത്തിയിട്ട് ഞങ്ങളെ ഭരിക്കാനും ഞങ്ങളെ പഠിപ്പിക്കാനും വേണമെന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ റഹീം മൂർഖൻ ഈ പരിപാടിയിലേക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കനായ KSU വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻഷി അടക്കമുള്ള പ്രിയപ്പെട്ട KSUവിന്റെ വിദ്യാർത്ഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ ഇന്ന് KSU ഏറ്റെടുത്ത ഒരു വലിയ സമരമുറയാണ് നീതി നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ മുഴുവൻ തെരുവോരങ്ങളിലും ഈ നീല പൊൻപതാകയുമേന്തി ഇവിടുത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ സമരത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു അനിയന്മാരെല്ലാവരും. കഴിഞ്ഞ പ്രാവശ്യം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും പല ഭാഗങ്ങളിലായി ഒട്ടേറെ സമരങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ സമരങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏകദേശം 75,000 പരം കുട്ടികളെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയിട്ട് ഇവിടെ സർക്കാരിന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാവുന്നത് വെറും 53,000 പരം വിദ്യാർത്ഥികൾക്കാണ്. ഇന്നും ഏകദേശം 25,000 പരം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ തേരാപ്പാര നടക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കേരളത്തിന്റെ മുതലാളിയും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയും പത്രസമ്മേളനത്തിൽ നിരന്തരം പറയുകയാണ് ഇവിടെ ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന കണക്കുകളെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകും. ഏകദേശം 25,000 പരം കുട്ടികൾക്ക് ഇന്നും അഡ്മിഷൻ കിട്ടാതെ രാവെന്നോ പകലെന്നോ നോക്കാതെ പഠിച്ച് ഫുൾ A+ നേടിയിട്ട് പോലും കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഈ നാടൻകെട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവര് രണ്ടുപേരും, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന് അടിമപ്പണി ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പ് ഒഴിഞ്ഞുകൊണ്ട് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് എന്നാണ് KSUവിനും യൂത്ത് കോൺഗ്രസിനും നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ജില്ലയിൽ നിങ്ങൾക്കറിയാം, മനോരമ ചാനലിൽ വന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഫാത്തിമ സസ എന്ന് പറയുന്ന ഒരു മലപ്പുറത്തുള്ള ഒരു കുട്ടി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് ഫുൾ A+ നേടി വിജയിച്ചിട്ട് പോലും ആ കുട്ടിക്ക് പോലും സീറ്റ് കൊടുക്കാൻ കഴിയാത്ത നാണംകെട്ട സർക്കാരാണ് ഈ സർക്കാർ എന്നുള്ളത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞു. അതിനെതിരെയാണ് ഈ സമരം. ഈ സമരം സത്യത്തിൽ ഒരു ചെറിയ സൂചന മാത്രമാണ്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് കേരളമാകെ അലയടിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും കേരള വിദ്യാർത്ഥി യൂണിയനും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതുവരെ മുഴുവൻ പ്രവർത്തനങ്ങളുമായി സമരങ്ങളുമായി നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഏറെ പ്രിയങ്കരനായ ഈ സമര പോരാട്ടത്തിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നിയോജകമണ്ഡലം KSUവിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ അൻഷിഫ്, അതുപോലെ ഈ സമരം ഉദ്ഘാടനം ചെയ്ത ഏറെ പ്രിയപ്പെട്ട റഹീമാക്ക, മറ്റു ജില്ലാ KSUവിൻ്റെ സഹഭാരവാഹികളായിട്ടുള്ള ജ്യോതിഷ്, ശ്യാമ്, പൻസബ്, മറ്റു KSUവിൻ്റെ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട അബുലെ, ലിജേഷ്, സിറാജിക്ക അടക്കമുള്ള കുഞ്ഞുമോൻ അടക്കമുള്ള സഹപ്രവർത്തകർ, നമ്മൾ KSU ഈ സമരവുമായി ബന്ധപ്പെട്ട് വളരെ ഏറെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് ഒരു നിരന്തരമായ പോരാട്ടത്തിലാണ്. ഈ പോരാട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്നാൽ ഞങ്ങൾ ഈ സമരവുമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്
കാർത്തികേയൻ റിപ്പോർട്ട്. ആ കാർത്തികേയൻ റിപ്പോർട്ട് കൃത്യമായി വരച്ചു കാണിക്കുന്ന മലബാറിലെ സീറ്റ് പ്രതിസന്ധി. അതിൽ കൃത്യമായിട്ട് പറയുന്നു, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇല്ലാത്തത്. ഒരുപാട് കുട്ടികൾ റഹീമാക്ക് സൂചിപ്പിച്ചു, മുഴുവൻ A+ കിട്ടിയ കുട്ടികൾ, 9ഉം 8ഉം A+ ഉള്ള കുട്ടികൾ, ഈ കുട്ടികൾ പോലും പുറത്താണ്. വണ്ടൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ദളിത് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികൾ പോലും ഇവിടെ സീറ്റില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ കാർത്തികേയൻ റിപ്പോർട്ട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് 119ഓളം പുതിയ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കണമെന്നാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നു, ആ താൽക്കാലിക ബാച്ചുകൾ സ്ഥിര ബാച്ചുകളായിട്ട് നിലനിർത്തണം. എന്നാലും ഇവിടുത്തെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെടൂല. അതുകൊണ്ട് ഇവിടുത്തെ കൃത്യമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് എത്ര വിദ്യാർത്ഥികൾ ഇവിടെ പുറത്തു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ എന്നുള്ള രീതിയിൽ കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് ആ രീതിയിൽ വിഭാവനം ചെയ്തുകൊണ്ട് കൂടുതൽ ബാച്ചുകൾ, ഏകദേശം 500ഓളം ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് KSU ഈ സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞങ്ങൾ പറയുന്നു, ഇവിടെ കുറേ ബാച്ചുകളുണ്ട്. ആ ബാച്ചുകളിൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് 65ഉം 66ഉം കുട്ടികളാണ്. സർക്കാരിനോട് സീറ്റ് പ്രതിസന്ധിയുടെ കാര്യം ചോദിച്ചാൽ അവർ പറയുന്നത് മാർജിനൽ ഇൻക്രീസ് 31% ഞങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് മാർജിനൽ ഇൻക്രീസ്? ഒരു ക്ലാസ്സിൽ തന്നെ 50 കുട്ടികൾ ഇരിക്കുന്നതിന് പകരം ആ ക്ലാസ്സിൽ 65ഉം 66ഉം, അവിടെ ഓർഫനേജ് അതുപോലെ മറ്റു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ അഡ്മിഷൻ നൽകുകയാണെങ്കിൽ വീണ്ടും ആ ക്ലാസ്സിലെ സ്ട്രെങ്ത് കൂടും. അങ്ങനെ ഒരു ക്ലാസ്സിൽ 65ലധികം കുട്ടികളെ ഇരുത്തിക്കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യുകയാണ് ഇവിടുത്തെ സർക്കാർ. ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടാകും, അവർക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ കഴിയൂല. അവിടെ പഠിക്കാൻ കുറച്ച് പിറകിലുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് കൃത്യമായ അറ്റൻഷൻ നൽകാൻ അവിടുത്തെ അധ്യാപകർക്ക് കഴിയില്ല. മതിയായ അധ്യാപകർ പോലും ഈ കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ ഇവിടെ ക്ലാസ് എടുക്കാനില്ല എന്നുകൂടി ഞങ്ങൾ ഉണർത്തുകയാണ്. അപ്പോൾ സ്ഥിര നിയമനങ്ങൾ നൽകണം, ഇവിടെ അധ്യാപകരെ കൂടുതലായിട്ട് നിയോഗിക്കണം. എന്നിട്ട് ഇവിടെ കുട്ടികൾക്ക് സീറ്റുകൾ അനുവദിച്ചു നൽകുന്നതിന് വേണ്ടി പുതിയ ബാച്ചുകൾ അനുവദിക്കണം. സീറ്റുകളല്ല, ബാച്ചുകൾ അനുവദിക്കണം എന്നാണ് KSUവിന് പറയാനുള്ളത്. പിന്നെ ഇവിടുത്തെ പോലീസുകാര് ഇവിടുത്തെ വിദ്യാർത്ഥികളാണെന്ന പരിഗണന പോലും നൽകാതെ നിഷ്ഠൂരം അടിച്ചൊതുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇന്നും ഇന്നലെയുമല്ല നിങ്ങളെപ്പോലെ ഉടുപ്പിട്ടവരെ കണ്ടിട്ടുള്ളത്. ഞങ്ങള് ഈ ജില്ലയിലും ജില്ലക്ക് പുറത്തും പോയി നിങ്ങളെക്കാൾ വലിയ ഏമാമാരെ നേരിട്ട് പരിചയമുള്ളവരാണ്. നിങ്ങളെ SFIക്കാരെയും മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകളെയും നേരിടുന്ന പോലെ ഞങ്ങളെ മെക്കെട്ട് നേരിടാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കായികപരമായും ഭരണം മാറിക്കഴിഞ്ഞാൽ നിയമപരമായും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും എന്ന താക്കീത് കൂടി നൽകിക്കൊണ്ട് ഞാൻ ഈ സമരത്തില് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ ഐക്യദാർഢ്യവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് KSU. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഈ സമരം അവസാനിക്കുന്നില്ല. ഈ ഒരു നടപടിക്കെതിരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ ഇതിനപ്പുറമുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാർ നമ്മളെ അകത്തേക്ക് ഈ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കാൻ വിടാത്തത് കൊണ്ട് നമ്മളെല്ലാവരും കൂടി ഈ റോഡ് ഉപരോധിക്കാൻ തീരുമാനിക്കുകയാണ്. നിയമം ഞങ്ങൾ പാലിക്കും, നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ ചട്ടകളെങ്കിൽ ഞങ്ങളെ നേരെ പോരിന് വന്നാൽ കാര്യം
ഒന്ന് പറഞ്ഞേക്കാം. തെരുവിലാണ് നമ്മുടെ മക്കൾ, തെരുവിലാണ് ഞങ്ങളുടെ മക്കൾ. ഇല്ലല്ല മാറില്ല. വിദ്യാർത്ഥികൾക്ക് കിട്ടുമ്പോൾ ഞങ്ങൾ സമരം ചെയ്യും. അതിനൊരു മാറ്റം ഈ സമരത്തിൽ മാറാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കിട്ടില്ല. കാര്യം വന്ന് പറഞ്ഞേക്കാം.